കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ഇരിട്ടി എന്ന പ്രദേശം. അതിൻ്റെ കർണാടക അതിര് വരുന്നത് കൂട്ടുപുഴയാണ്. കൂട്ടുപുഴയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്ററോളം പടിഞ്ഞാറ് മാറി ഉള്ള സ്ഥലമാണ് കുന്നോത്ത് എന്ന് പറയുന്നത്. ഈ കുന്നോത്ത് വരുന്നത് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. 7/3/2003 അന്ന് ഞാൻ ഇരിട്ടി SI ആണ്. രാവിലെ ഒരു വിവരം കിട്ടുന്നു, കുന്നോത്ത് സ്കൂളിന് പുഴയിൽ, ഇരിട്ടി പുഴയിൽ ഒരു ചാക്ക് കെട്ട് ഒഴുകി നടക്കുന്നുണ്ട്. അത് സംശയമുള്ളതാണ്. എന്തോ ഒരു കാലോ കയ്യോ ഒക്കെ പുറത്ത് കാണുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും ഉടനെ തന്നെ അവിടെ എത്തി. അപ്പോൾ കുറച്ചുള്ളിലേക്ക് പോയിരുന്നു. പുഴയുടെ കാറ്റടിച്ചിട്ട് ഓളമടിച്ചിട്ട് കുറച്ചുള്ളിലേക്ക് പോയിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ചിറങ്ങി നോക്കുമ്പോൾ ഒരു കാല് കാണാം. ഒരു ചാക്കുകെട്ടിന്, അതൊരു പ്ലാസ്റ്റിക് ചാക്കുകെട്ടിന് പുറത്തേക്ക് കാല് ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങോട്ട് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് കുറച്ചങ്ങ് അകലേക്ക് പോയതുകൊണ്ട് പിന്നെ ഈ പുഴ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് എന്ന് പോലീസുകാർ പറഞ്ഞു തന്നു. അത് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ പെടുന്നതാണ് പുഴ. എന്നാലും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഓളത്തിന് ഇങ്ങോട്ട് വരുമോ, അതിന് വഞ്ചി വല്ലതും എടുത്തിട്ട് നമുക്കത് കരയ്ക്ക് അടുപ്പിക്കാം എന്നുള്ള രൂപത്തിൽ നിന്നു. അപ്പോഴേക്കും കരിക്കോട്ടക്കരി SIയും പാർട്ടിയും വന്നു. അവർ ഇത് കരയ്ക്ക് അടുപ്പിച്ചു. മറ്റ് ആൾക്കാരുടെ സഹായത്തോടു കൂടി കരയ്ക്ക് അടുപ്പിച്ച് ഈ ചാക്ക് കെട്ട് അഴിച്ചു നോക്കിയപ്പോഴൊരു 10-30 വയസ്സിന് അടുത്തുള്ള ഒരു സ്ത്രീയുടെ ശരീരമാണ്. പക്ഷേ 2-3 ദിവസം പഴക്കമുണ്ടാവും. അതുകൊണ്ട് ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വീർത്തിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാനാവുന്നില്ല. ഈ വിവരം അറിഞ്ഞ് അന്ന് ഇരിട്ടി CI ആയിരുന്ന ബേബി ചാൾസ് സാറ് അവിടെ എത്തി. ഇരിട്ടി SI ആയിരുന്ന ഞാനുണ്ട്. പിന്നെ പഞ്ചായത്തുകാരുടെ സാന്നിധ്യത്തിൽ 5 കുറേ ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിരുന്നു. കാരണം ആ പ്രദേശത്ത് അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ആ സ്ഥലത്ത് തമ്പടിച്ചിരുന്നു. പഞ്ചായത്തുകാരുടെയും സാന്നിധ്യത്തിൽ അന്നത്തെ കരിക്കോട്ടക്കരി SI ആണ് പ്രേതവിചാരണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന അവസരത്തിൽ ഇത് എങ്ങനെയാണ് ഇത് ചാക്കിനകത്ത് ഏതായാലും എന്തെങ്കിലും കൊന്നുകൊണ്ടിടാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാനുള്ളത്. അതിനേ സാധ്യതയുള്ളൂ. അപ്പം ചുറ്റുമുള്ള ആൾക്കാരോട് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ സ്ത്രീ ആരാണെന്നുള്ളതാണ്. അപ്പോൾ ആ പഞ്ചായത്തുകാർക്കും അവിടെ കൂടിയ ആൾക്കാർക്കും ഒന്നും അന്നേരം ഇതാരാണ് എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ആ പ്രദേശത്ത് നിന്ന് ആരും മിസ്സിംഗ് ഇല്ല. നമ്മൾ അവിടെയുള്ള കൂടിയ ആൾക്കാരോടെല്ലാം ചോദിച്ചു, പ്രദേശത്ത് ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, അടുത്ത പ്രദേശത്ത് ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഈ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും ആയിരുന്നില്ല ആ ബോഡി അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന CI പോലീസുകാരെല്ലാം വിളിച്ചു കൂട്ടി ഇതാരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഇൻക്വസ്റ്റ് നടപടികൾ തീരാറായ സമയത്താണ് ഒരു വിവരം ലഭിക്കുന്നത്. ഈ കടവിന് ബോഡി കണ്ടെത്തിയ ആ പുഴ സൈഡിൽ നിന്നും കുറച്ച് ദൂരെ അപ്പുറത്ത് മാറി, വടക്കോട്ട് മാറി, സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, കുന്നോത്ത് ഹൈസ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉള്ള ക്വാർട്ടേഴ്സ്, കുറച്ച് നിരനിരയായിട്ട് ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ക്വാർട്ടേഴ്സിൽ പിന്നെ ഒരു പുരുഷനും സ്ത്രീയും വന്ന് ഒരു 3-4 മാസമായിട്ട് താമസിക്കുന്നുണ്ട്. അവർ 2 ദിവസം മുമ്പ് അയാൾ പറഞ്ഞ് ഞങ്ങൾ പോവുക എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അതൊന്ന് അന്വേഷിക്കണം എന്ന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും CIയും ഉടനെ തന്നെ ഇവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൻ്റെ താക്കോല് ഉടമസ്ഥനിൽ നിന്ന് സംഘടിപ്പിച്ച് അതിനകത്ത് കയറി നോക്കി. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തു.
എന്താ ഇവർ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരെ ഈ ബോഡി കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ അവർക്കൊരു നേരിയ സംശയം അവിടുന്ന് ആരോ പറഞ്ഞു, ഇതാവാനുള്ള സാധ്യതയുണ്ട്. ആണോ എന്ന് ഉറപ്പില്ല. ആ സ്ത്രീ അവിടെ താമസിച്ചിരുന്ന സ്ത്രീയാണ് എന്നൊരു നേരിയ സംശയമുണ്ട്. പക്ഷെ അവരാണെന്ന് ഉറപ്പിച്ച് പറയാനാവില്ല, കാരണം ചീർത്തത് കൊണ്ട് വ്യക്തമായിട്ട് പറയാനാവില്ല എന്ന് ആ സമീപത്ത് താമസിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞു. സിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കോട്ടേഴ്സിൻ്റെ ഉടമയുടെ വീട്ടിലെത്തി. അയാളുടെ അടുത്ത് നിന്ന് അവിടെ താമസിച്ചിരുന്ന രാജൻ എന്നയാളുടെ അഡ്രസ്സ് വാങ്ങി. അപ്പോൾ അയാളോട് തന്നെ ഞാൻ ചോദിച്ചിരുന്നു, അവിടെ ആ സ്ത്രീയുടെ അഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സ്ത്രീയുടെ അഡ്രസ്സില്ല, രാജൻ്റെ അഡ്രസ്സ് തരാം, അത് തൃശ്ശൂരാണ്, അത് മേട്ടിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്, വീട്ടഡ്രസ്സും എല്ലാം തന്നു. അങ്ങനെ CSR പറഞ്ഞതുപോലെ തന്നെ സത്യലാലിനെയും ചാക്കോയെയും ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ആ കോട്ടേഴ്സിൽ താമസിച്ചിരുന്ന രാജനെയും രാജൻ്റെ കൂടെ താമസിച്ചിരുന്ന സ്ത്രീ ആരാണെന്നും അറിയുന്നതിന് വേണ്ടി തൃശ്ശൂരേക്ക് അയച്ചു. പോലീസുകാരായ സത്യലാലും ചാക്കോയും ഈ മേട്ടിപ്പാടം എന്ന സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചതിൽ രാജൻ്റെ വീട് കണ്ടുപിടിച്ചു. അഡ്രസ്സ് കൊടുത്തിരുന്ന അഡ്രസ്സ് ശരിയായിരുന്നു, കിട്ടിയ അഡ്രസ്സ് ശരിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഭാര്യയെ കണ്ടു. ഭാര്യയോടും പിന്നെ ബന്ധുക്കളോടും അടുത്തുള്ള ആൾക്കാരോട് ഒക്കെ അന്വേഷിച്ചതിൽ രാജൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്, ഇപ്പോഴവിടെ ഇല്ല, രാജൻ പുറത്തെവിടെയോ പോയതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കൂടെ ഏതെങ്കിലും സ്ത്രീ പോയതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്നാണ് ഭാര്യ പറഞ്ഞത്. കൂടെ പോയ ആരാണ് എന്നുള്ളത് പിന്നെ നാട്ടുകാരിൽ നിന്ന് ചോദിച്ചപ്പോൾ ഒരു ഗ്രേസി കൂടെ പോകാൻ സാധ്യതയുണ്ട്, അവിടെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതായിട്ടൊരു വിവരം പോലീസുകാർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. അങ്ങനെ ഗ്രേസി ആരാന്ന് ചോദിച്ചപ്പോൾ ഈ രാജൻ്റെ ഭാര്യ പറഞ്ഞ്, അത് എൻ്റെ കൂടെ തുന്നൽ പണിക്ക് സഹായിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്, അവൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അവൾ ഞങ്ങളുടെ കൂടെയാണ് കുറച്ച് നാളായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം ഈ വരാത്തത് എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു സംശയമുള്ളതുപോലെ പോലീസുകാർക്ക് തോന്നി. അപ്പം ഗ്രേസിയുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ പോലീസുകാർ അവിടെ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വീട്ടുകാർക്കൊരു ധാരണയുണ്ട്, ഇവൻ്റെ ഈ രാജൻ്റെ കൂടെയാണ് ഗ്രേസി പോയിരിക്കുന്നത് എന്നുള്ളത് അവരുടെ വീട്ടുകാർക്ക് ധാരണയുണ്ട്. രാജൻ വന്നു എന്ന് അവരറിഞ്ഞു, പക്ഷേ ഗ്രേസി വന്നില്ല എന്ന് പോലീസുകാർ ചെല്ലുമ്പോഴാണ് അവരറിയുന്നത് രാജൻ വന്നിട്ടുണ്ട്, ഗ്രേസി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത്. കുറച്ച് നേരം അവർ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ, എന്തുകൊണ്ട് സന്ധ്യയായി കഴിഞ്ഞപ്പോൾ രാജൻ എവിടെയോ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ രാജനെ മാറ്റി നിർത്തി, നിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, പിന്നെ അവരാരാ എന്നൊക്കെ വീണ്ടും പോലീസുകാർ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഗ്രേസി ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങോട്ട് പോന്നു, അവൾ പിന്നെ അവളുടെ വീട്ടിലേക്കും പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ വീട്ടിൽ അവൾ എത്തിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പോകാമെന്നും പറഞ്ഞാണ് അവൾ പോയത് എന്നാണ് പിന്നെ രാജൻ പോലീസുകാരോട് ഉത്തരം പറഞ്ഞത്. നിൻ്റെ കൂടെ വന്ന ഗ്രേസി നിങ്ങൾ ഒന്നിച്ചാൽ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു, അവൾ വീട്ടിലെത്തിയിട്ടില്ല, അപ്പോൾ അവൾ എങ്ങോട്ട് പോയി, നീ എന്താണ് നീ മനസ്സിലാക്കിയതെന്ന് പോലീസുകാർ ചോദിച്ചു. അപ്പോഴവൻ പറഞ്ഞ്, അവൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ പോയത്, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പോലീസുകാർക്ക് എന്തോ ഒരു പന്തിയില്ലായ്മ തോന്നി, അവൻ്റെ ഈ വർത്തമാനത്തിലൊരു ശരിയില്ലായ്മ തോന്നിയതുകൊണ്ട് പിന്നെ CA ഫോണിൽ കോൺടാക്ട് ചെയ്ത് അവനെ കൂട്ടിക്കൊണ്ട് പോരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് രാജനെയും കൂട്ടി പോലീസുകാർ ഇരുട്ടിക്ക് വരുന്ന വഴിക്ക് ഇവർ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ താമസിച്ചത്, നിനക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അപ്പോൾ പിന്നെ അത് ഞങ്ങൾ തമ്മിൽ കുറേ നാളുകളായി ഇഷ്ടത്തിലാണ്, ഒന്നിച്ച് താമസിക്കാം എന്നുള്ള കരുതിയിട്ടാണ് ഇരുട്ടിക്ക് വന്നത്, കുന്നോത്ത് വന്ന് താമസിച്ചത് എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഹാർട്ടിന് അസുഖമുള്ള ആളാണ്, അതൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇവനോട് പലവരും പോലീസുകാർ ആവർത്തിച്ച് ചോദിച്ചു, ഇങ്ങനെ ഗ്രേസി വീട്ടിലെത്താത്തതിനെക്കുറിച്ച് നീ എന്തായാലും ഉത്തരം പറയേണ്ടത്, കാരണം ഗ്രേസി നിൻ്റെ കൂടെ വന്നതാണ്, തിരിച്ച് വീട്ടിലെത്താത്തത് എന്തായാലും നീയാണ് അതിന് ഉത്തരം പറയേണ്ടതെന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ട് അവനൊന്നും പറഞ്ഞില്ല. ഈ ഓഫീസിൽ കൊണ്ടുവന്ന രാജനെ വിശദമായിട്ട് CSRും ഞാനും സ്ക്വാഡുകാരും ചോദ്യം ചെയ്തു. കുറേ ചോദ്യം ചെയ്തപ്പോഴും ഇവൾ വീട്ടിലെത്താത്തതിനെക്കുറിച്ച് ഇവനൊരു മിണ്ടാട്ടമില്ല. അങ്ങനെ പ്രസ് ചെയ്ത് ചോദിച്ചപ്പോൾ ഇവൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു,
2 ദിവസം മുമ്പ് ഇവർ തമ്മിലൊരു പിണക്കം ഉണ്ടായി. വീട്ടിൽ വെച്ച് ആ വാടക ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് വാക്കുതർക്കം ഉണ്ടായി. വാക്കുതർക്കം ഉണ്ടായി കുറേ കഴിഞ്ഞപ്പം നീ നിൻ്റെ വാർഡ് നോക്ക് എന്ന് പറഞ്ഞിട്ട് രാജൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗ്രേസി അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇപ്പം വന്ന് നോക്കുമ്പോൾ ഇവൾ ആ ക്വാർട്ടേഴ്സിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടു. അപ്പോൾ അവനവിടെ ഇരുന്ന് ആലോചിച്ചു, ദൈവമേ ഇനി എന്ത് ചെയ്യും, ഇവൾ സൂയിസൈഡ് ചെയ്തല്ലോ. അപ്പോഴവനൊരു ബുദ്ധി തോന്നി. അവനാ കയറ് അറുത്ത് താഴെ ഇട്ട് ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് ഇവളെ കയറ്റി പുഴയെ കൊണ്ടുവന്ന് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇവനീ പറയുമ്പോഴും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല പോലീസിന്. കാരണം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് കഴുത്തിന് ക്ഷതമേറ്റ് ഞെക്കി കൊന്നതാണെന്നുള്ള രൂപത്തിലാണ് ഡോക്ടർ മൊഴി തന്നിരിക്കുന്നത്. അപ്പോഴാണിവൻ കെട്ടിത്തൂങ്ങി സൂയിസൈഡ് ചെയ്ത് ആണെന്നുള്ള കഥ നമ്മളോട് പറയുന്നത്. അപ്പം CSR പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. ഇവനീ പറയുന്നതും ഏതെല്ലാം രണ്ടും കഴുത്തിനാണല്ലോ ഈ സംഭവം ക്ഷതമേറ്റിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഡോക്ടറെ ഒന്നുകൂടെ വിളിക്കാമെന്ന് വെച്ചിട്ട് ഡോക്ടറെ വിളിച്ച് വെച്ചപ്പോൾ ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞ് ഇത് കഴുത്ത് ഞെക്കി ഈ കൊലപ്പെടുത്തിയതാണ്, അല്ലാണ്ട് സൂയിസൈഡ് ചെയ്യുമ്പോഴുണ്ടാകാവുന്ന മുറിവല്ല കഴുത്തിനുള്ളത് എന്ന് ഡോക്ടർ പറഞ്ഞു. വീണ്ടും അവനെ അവിടെ ഇരുത്തി ചോദ്യം ചെയ്തു. കുറേ നേരം ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു. അവനാണ് ഇവളെ പുഴക്കരയിലേക്ക് പുഴ കാണിക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നിട്ട് കഴുത്ത് ഞെരിച്ച് ഇവളെ കൊന്ന് അതിനുശേഷം ഒരു ചാക്കിനകത്താക്കി കെട്ടി പുഴയിലേക്ക് ഇട്ടതാണ് ഇവൻ സമ്മതിച്ചു. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ഇവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വഴക്ക് കൂടിയെന്നാണ് തന്നെയാണ് ഇവൻ പറഞ്ഞത്. വഴക്ക് എപ്പോഴാണ് കൂടി, എന്തിനാണ് വഴക്ക് കൂടിയത് എന്ന് ചോദിച്ചപ്പോൾ അവനൊരു മൗനം. അത് ആ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാനായിട്ട് അവന് സാധിച്ചില്ല. എന്തിനാണ് വഴക്ക് കൂടി, നേരത്തെ പറഞ്ഞു വഴക്ക് കൂടി, അങ്ങനെയാണ് അവൾ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പം വഴക്ക് കൂടിയതിനെ തുടർന്ന് ആണ് നീ അതിൻ്റെ വിരോധം വെച്ചിട്ടാണ് നീ അവളെ പുഴക്കരയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഞെക്കി കൊന്ന് ചാക്കിനകത്ത് കെട്ടി ഇട്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വഴക്കുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഒരു കാരണം വേണമല്ലോ വഴക്ക് കൂടാൻ. അങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും ഉത്തരം പറയാതെ കുറച്ച് നേരം സ്ട്രക്കായിപ്പോയി. അപ്പം പിന്നെയും സംശയമായി. അങ്ങനെ അവനെ വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ഇവന് ഇങ്ങോട്ടേക്ക് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ ഒരു മുൻ തീരുമാനപ്രകാരമാണ്, നിശ്ചയപ്രകാരമാണ്. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് കൊല്ലണമെന്നുള്ള തന്നെയാണ് കൊണ്ടുവന്നത്. കാരണം ഇവർക്ക് ഹൃദയത്തിൻ്റെ അസുഖമുണ്ട്. പിന്നെ ഈ ബന്ധം വിടാൻ അവൻ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും അവൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അവളെ അവിടെ മെട്ടിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ചത് പ്രകാരം അവളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് പുഴയിൽ ചാക്കിനകത്താക്കി തള്ളിയത്. ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം കൊടുത്തത് ബേബി ചാൾസ് സാറാണ്. കേസിൻ്റെ വിചാരണ വന്നു. വിചാരണ സമയത്ത് പ്രധാനപ്പെട്ട സാക്ഷികളായിട്ടുള്ളവർ കൂറുമാറിയത് കാരണം ഈ കേസ് കോടതിയിൽ അക്വിറ്റലാവുകയാണ് ചെയ്തത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 22/12/2005 ഞാൻ ഇരിട്ടി CA ജോലി ചെയ്തു വരവേ അന്നേ ദിവസം രാവിലെ ഞാൻ ഉളിക്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ മാട്ടറ കാലാങ്കി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനോട് അടുത്തപ്പുറത്ത് കർണാടക ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഒരു ബിജു എന്ന് പറയുന്ന ഒരു നാട്ടുകാരൻ, നമ്മുടെ മലയാളിയായ ചെറുപ്പക്കാരൻ, കാട്ടിൽ അതിക്രമിച്ച് കയറിയതും
എന്നും പറഞ്ഞ് കർണാടക ഫോറസ്റ്റിനുള്ളിൽ വെച്ചിട്ട് ഫോറസ്റ്റുകാർ വെടിവെച്ച് കൊന്നു. അപ്പം നാട്ടുകാർക്ക് പരാതി ഉണ്ട്, വീട്ടുകാർക്കും പരാതിയുണ്ട്. ഇപ്പം നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ DYSP ഒക്കെ പറഞ്ഞ ഇത് പ്രകാരം ഞാനും പാർട്ടിയും കൂടി ഈ സംഗതി അന്വേഷിക്കുന്നതിനായിട്ട് കർണാടക ഫോറസ്റ്റിനുള്ളിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കർണാടക ഫോറസ്റ്റുകാർ പിന്നെ ഈ സംഭവ സ്ഥലം വെടിവെച്ച് കൊണ്ട് ബിജു വീണ സ്ഥലവും മറ്റും ഇവർ കാണിച്ചു തന്നു. അപ്പം ഞാൻ അവരോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിക്രമിച്ച് കയറിയതാണ്, പിന്നെ അത് അങ്ങനെ ചെയ്തതാണ് എന്നവർ പറഞ്ഞു. അപ്പം ഫോറസ്റ്റിനുള്ളിൽ സാധാരണ വിറക് പറക്കാനൊക്കെ ആയിട്ട് ആദിവാസികൾ പോകാൻ അനുവാദമുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെയും വെടിവെക്കൂലേ? അപ്പം അവർ പറഞ്ഞത് ഈ പ്രദേശത്ത് ഈ അവിടെ നിന്ന് ഒരു പിന്നെ കരിമരം എന്ന് പറയുന്നൊരു സാധനം മോഷ്ടിക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് മോഷ്ടിക്കാൻ വന്ന ആളാണ് എന്നുള്ള ധാരണയിലാണ് വെടിവെച്ചത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആ അന്വേഷണവും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടക്കണ ഉള്ളിലേക്ക്, ചെറിയ പുഴയും വഴിയൊന്നും ഇല്ലാത്ത ഈ മരം വെട്ടിക്കൊണ്ടുപോകാനുള്ള ചെറിയ കാട്ടുപാതകൾ മാത്രമേ ഉള്ളൂ, ഒക്കെ പണ്ട് വെട്ടിക്കൊണ്ട് പോയിരുന്നത്. അപ്പോൾ ആ കാട്ടുപാതയിലൂടെ നടന്ന് ബുദ്ധിമുട്ടി ഞങ്ങൾ ഇങ്ങ് ഫോറസ്റ്റിന് പുറത്തെത്തി. അപ്പോഴെനിക്ക് ഒരു കോള് വരുന്നു പേരാവൂർ CI ഓഫീസിലെ റൈറ്ററുടെ. CI തമ്പാൻ ലീവിലാണ്, അപ്പോൾ എനിക്കാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഈ റൈറ്റർ എന്നെ വിളിച്ച് പറയുന്നത്, സാറ് പേരാവൂർ സ്റ്റേഷൻ ലിമിറ്റിലെ കോളയാടിനടുത്തുള്ള പെരുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുരേഷ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ മരണത്തിൽ സംശയമുണ്ടെന്നാണ് കിട്ടിയ വിവരം, അതുകൊണ്ട് സാർ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. സംശയമുള്ളതുകൊണ്ടാണ് സാറ് വരാൻ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പം ആ റൈറ്റർ പറഞ്ഞ പ്രകാരം ഞാൻ വിവരം DYSPയോട് അറിയിച്ചിട്ട് നേരെ ഞങ്ങൾ നേരത്തെ ഫോറസ്റ്റ് കയറാൻ വേണ്ടി പോയ അതേ പാർട്ടിയോടൊപ്പം തന്നെ ഞങ്ങൾ നേരെ പേരാവൂർ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ പേരാവൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ FIR അപ്പം രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അത് സംശയമല്ല, ശരിക്ക് ഇതിന് കൊലപാതകമാണ് ഇട്ടിരിക്കുന്ന വകുപ്പ്. ഞാനുടനെ തന്നെ ഇൻക്വസ്റ്റ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ആൾക്കാരെയും മറ്റ് സാമഗ്രികളൊക്കെ ആയിട്ട് ഈ പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ഫോറസ്റ്റിനുള്ളിലാണ്, ഫോറസ്റ്റിൻ്റെ ജണ്ടയ്ക്കകത്ത് പിന്നെ ആണ് ഈ ബോഡി കിടന്നിരുന്നത് സുരേഷിൻ്റെ. അപ്പം തല പൊട്ടിയിട്ടുണ്ട്, ദേഹം മൊത്തം, അത് മറ്റ് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പരിക്കല്ല ശരീരത്തിലുണ്ടായിരുന്നത്, വടി കൊണ്ടടിച്ച പാടുകളായിരുന്നു ദേഹം മൊത്തം. ആ വടി കൊണ്ട് അടിയിൽ തല പൊട്ടിപ്പോയി, അത് ദേഹത്ത് മൊത്തം പരിക്കുകളുണ്ടായിരുന്നു. ബോഡിയുടെ ഇൻക്വസ്റ്റ് നടത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പോലീസുകാരൻ്റെ കൈവശം പിന്നെ ഇത് കൊടുത്തയച്ച്. അപ്പോൾ അവിടുത്തെ ആ അന്വേഷണത്തിൽ അവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്തുകാരെയും മറ്റ് സാക്ഷികളെയൊക്കെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ കൃത്യം ചെയ്തിരിക്കുന്നത് മരണപ്പെട്ട സുരേഷിൻ്റെ ബന്ധുവായ ദിനേശനാണ്. അപ്പോൾ പിന്നെ ദിനേശൻ എവിടെയുണ്ട്, എന്തിനാണ് ചെയ്തത് എന്നുള്ള അന്വേഷണമായി. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ദിനേശൻ അങ്ങോട്ട് പോയി എന്ന് അവിടുന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നാട്ടുകാരോട് പിന്നെ ചോദിച്ചു എന്താണ് ഇതിന് കാരണം, എന്താണ് ഈ സംഭവം നടക്കുന്നത്. അന്നേ ദിവസം രാവിലെ 7:45-നും 8-നും ഇടയിലുള്ളൊരു സമയത്താണ്. അപ്പോൾ അപ്പം തന്നെ ഇവർ എവിടുന്നോ കള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് കണ്ടത്. കള്ള് കുടിച്ചിട്ട് രണ്ടുപേരുടെ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളുണ്ടാക്കി ഇങ്ങനെ നടന്നു പോരുന്നത് കണ്ടതായിട്ട് സാക്ഷികൾ പറയുന്നു. അപ്പം അതിനെന്തെങ്കിലും വഴക്കുണ്ടാകാനുള്ള വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് നോക്കി. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ദിനേശനെ കണ്ടുപിടിച്ചാലേ പറയാൻ പറ്റൂ എന്നായി. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ദിനേശനെ പിടിക്കുമ്പോഴും നല്ല മദ്യത്തിലാണ് ദിനേശനുള്ളത്, നല്ല ഫോമിലാണ് ദിനേശനുള്ളത്. അപ്പോൾ അവന് ഒരു സ്ഥലത്തുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ പാർട്ടി പോയിട്ട് പിടിച്ചോണ്ട് വരിക ചെയ്ത്. പിടിച്ചോണ്ട് വന്നപ്പം അവനോട് ചോദിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തില്ല. പിന്നെ അവനെ കൂട്ടി ഇവനാണ് ഇത് ചെയ്തത് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയും കൂട്ടി ഞങ്ങൾ പേരാവൂർ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വെച്ചിട്ട് ചോദിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ്, നിൻ്റെ ബന്ധുവല്ലേ അവൻ, നീ എന്തിനാണ് അവനെ ഇങ്ങനെ ചെയ്തത്? അപ്പം അവൻ്റെ ദേഹത്തും പരുക്കുണ്ടായിരുന്നു, ഈ പ്രതിയായ ദിനേശൻ്റെ ദേഹത്തും പരുക്കുണ്ടായിരുന്നു. തർക്കിക്കാനുള്ളൊരു കാരണം എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ടോ?
അല്ലെങ്കിൽ വസ്തു സംബന്ധമായ തർക്കമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ, രാഷ്ട്രീയ തർക്കമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ കാര്യം? വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് അതങ്ങ് മൂത്ത് വന്ന് അവൻ എന്നെ ഒന്ന് വെട്ടി കയ്യിൽ നിന്ന് വാക്കത്തി വെച്ച്. അപ്പോൾ എനിക്ക് മുറിഞ്ഞു. അപ്പം ഞാൻ അടുത്ത് നിന്ന് വേലി കമ്പെടുത്തിട്ട് ഇവൻ്റെ തലയ്ക്ക് അടിച്ചു. അപ്പോൾ പിന്നെ ഒരടി അടിച്ചാൽ പോരായിരുന്നോ? ഇതിങ്ങനെ അടിച്ചിട്ട് ബന്ധുവിനെ ഈ കൊന്നില്ലേ നീ? അല്ല സാർ, ഞാനങ്ങനെ അടിച്ച് അവനെ വീഴ്ത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്നുള്ളൊരു തോന്നലായിപ്പോയി അന്നേരം എനിക്ക്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, വളരെ നിസ്സാരമായ ഒരു കാര്യത്തിനാണ് ഒരു ബന്ധു വേറൊരു ബന്ധുവിനെ, അതും രാവിലെ കള്ളു കുടിച്ച് പൂസായി രണ്ടും കൂടെ ആടി പോകുന്ന കണ്ടവരുണ്ട്. ചെറിയ വാക്ക് തർക്കമുണ്ടായി, എന്നിട്ടത് കൊലപാതകത്തിൽ കലാശിച്ചു. ഈ കേസിൻ്റെ കുറ്റപത്രം കൊടുത്തത് തമ്പാൻ സിയാണ്. കേസിൻ്റെ ആദ്യ അന്വേഷണം നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്തതും ഞാനാണ്. കേസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. പ്രതിയെ 10 വർഷം കഠിന തടവിന് കോടതി ശിക്ഷിച്ചു. കടയിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കട ഉടമയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ സൗന്ദര്യപ്പണക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. ആ വാക്ക് തർക്കം മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുസ്തഫയ്ക്ക് 16 വയസ്സേ ഉള്ളൂ, ഒരു കത്തി എടുത്തിട്ട് മുഹമ്മദിനെ കുത്തി.